പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക നൽകും. മണ്ഡലം ഉൾപ്പെടുന്ന യുപിയിൽ പ്രചാരണം ശക്തമാക്കാനൊരുങ്ങി കേജ്രിവാൾ. നാളെ ലക്നൌവിൽ കേജ്രിവാൾ പര്യടനം നടത്തും. അതേസമയം റായ്ബറേലിയിലടക്കം ബി.ജെ.പിയിൽ ആഭ്യന്തര കലഹം രൂക്ഷമായി. ബി.ജെ.പി സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിൽ പങ്കെടുക്കാതെ എം.എൽ.എമാർ. വിവരങ്ങളുമായി സ്വാതി ചേരുന്നു. സ്വാതി, യു.പിയിലെ തെരഞ്ഞെടുപ്പ് വീണ്ടും സജീവമാവുകയാണ്. കേജ്രിവാൾ യു.പിയിലെത്തുന്നു. ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാമനിർദ്ദേശ പത്രിക നൽകുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഷമ്മി, എന്തായാലും നാലാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു. നാലാം ഘട്ട വോട്ടെടുപ്പിലും 67% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. എന്തായാലും വലിയ തരത്തിൽ ബി.ജെ.പി പ്രചാരണങ്ങളൊക്കെ ശക്തമാക്കുന്നു പറയുമ്പോൾ പോലും വലിയ തരത്തിലുള്ള തിരിച്ചടികൾ ബി.ജെ.പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇന്ന് മോദി വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. ഇന്നലെ അടക്കം വാരണാസിയിൽ വലിയ തരത്തിലുള്ള റോഡ് ഷോയൊക്കെ സംഘടിപ്പിച്ചിരുന്നു മോദിയുടെ നേതൃത്വത്തിൽ. ഇന്നവിടെ 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ആഭ്യന്തരമന്ത്രിമാർ അമിത്ഷാ ഉൾപ്പെടെയുള്ള 18ഓളം കേന്ദ്രമന്ത്രിമാരടക്കം ഇന്നവിടെ വാരണാസിയിൽ എന്തായാലും റോഡ് ഷോയുമായി ബന്ധപ്പെട്ടൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതിനിടെ കേജ്രിവാൾ എന്തായാലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങൾ അല്ലെങ്കിൽ പ്രചാരണത്തിൽ സജീവമാകുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട്. നാളെ എന്തായാലും മോദിയുടെ മണ്ഡലമായ വാരണാസി ഉൾപ്പെടുന്ന യു.പിയിലാണ് നാളെ എന്തായാലും കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ വലിയ തരത്തിലുള്ള പ്രചാരണം ശക്തമാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. നാളെ ലക്നൌവിലായിരിക്കും കേജ്രിവാൾ എത്തുക. നാളെ റോഡ് ഷോ അടക്കമുള്ള പരിപാടികളാണ് ആം ആദ്മി പാർട്ടിയുടെയും ഇന്ത്യ മുന്നണിയുടെയും നേതൃത്വത്തിൽ നാളെ അവിടെ നടക്കാൻ പോകുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള തിരിച്ചടി ബി.ജെ.പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം മുഖ്യ പ്രചാരക വേഷത്തിലേക്ക് അല്ലെങ്കിൽ പ്രചാരക താരപദവിയിലേക്ക് എന്തായാലും കേജ്രിവാൾ എത്തുന്നു. വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ എല്ലാ വേദികളിലും മോദിക്കെതിരെയും കേന്ദ്രത്തിനെതിരെയും ഉന്നയിക്കുന്നു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമുക്കറിയാം കേജ്രിവാൾ ഉന്നയിച്ച വലിയ ആഭ്യന്തര പ്രശ്നം, ബി.ജെ.പിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നം വരെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രചാരണത്തിൽ അതൊക്കെ സജീവമാക്കി നിലനിർത്താൻ വേണ്ടി കേജ്രിവാളും ഇന്ത്യ മുന്നണിയും ശ്രമിക്കുന്ന ഒരു കാഴ്ച കൂടി കാണുന്നുണ്ട്. അതൊക്കെ വലിയ തരത്തിൽ ആശങ്കയുണ്ടാക്കുന്നുണ്ട് ബി.ജെ.പിക്കും കേന്ദ്രത്തിനും. എന്തായാലും ഈ പ്രചരണങ്ങളൊക്കെ ശക്തമാകുമ്പോഴും ബി.ജെ.പി വലിയ പ്രതീക്ഷയോടെയൊക്കെ അവകാശവാദമൊക്കെ ഉന്നയിക്കുമ്പോൾ പോലും വലിയ തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നു. അതിന് പ്രധാനമായ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ റായ്ബറേലിയിൽ വലിയ തരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങൾ ബി.ജെ.പിക്കുള്ളിൽ നടക്കുകയാണ്. അവിടുത്തെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ പോലും തയ്യാറാകാതെ ബി.ജെ.പിയുടെ നേതാക്കൾ ഒരു ഇതുവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകപക്ഷീയമായി രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം നയിച്ചുകൊണ്ടിരിക്കുന്ന വേളയിലാണ് കേജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തു വരികയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നത്. 75 വയസ്സെന്ന് പറയുന്ന ഒരു പരിധി ബി.ജെ.പിയിൽ നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. താങ്കൾ എപ്പോഴാണ് റിട്ടയർ ചെയ്യുക? അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണോ താങ്കൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് എന്ന ചോദ്യം ചില്ലറ ചലനമല്ല ബി.ജെ.പിയിലും അതുപോലെ തന്നെ ദേശീയ രാഷ്ട്രീയത്തിലും ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുവരെ പ്രധാനമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടില്ല. അമിത്ഷാ മാത്രമാണ് ഇക്കാര്യത്തിൽ മറുപടി പറയുന്നത്. അവിടെ ബി.ജെ.പിയുടെ വിശ്വാസ്യത പൂർണ്ണമായും പോവുകയാണ്. നമുക്കറിയാം, എൽ.കെ. അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും അടക്കമുള്ള നേതാക്കന്മാരെ മാറ്റി നിർത്താൻ വേണ്ടി ഇവർ കണ്ടുപിടിച്ചതാണ് ഈ 75 വയസ്സെന്ന പ്രായപരിധി. ആ പ്രായപരിധി മോദിയുടെ കാര്യം വരുമ്പോൾ ബാധകമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അവസരവാദപരമായ നിലപാടാണ് അമിത്ഷായും നരേന്ദ്രമോദിയും സ്വീകരിക്കുന്നതെന്ന് വെളിപ്പെടുകയല്ലേ? നാളെ കേജ്രിവാൾ ഈ ചോദ്യം വീണ്ടും ആവർത്തിക്കില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ കാണേണ്ടി വരും. കാരണം അമിത്ഷായ്ക്കും മോദിക്കും മുകളിൽ ഒരാളും വളരരുത് എന്നൊരു ആവശ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ബി.ജെ.പിക്കുള്ളിൽ നിലനിൽക്കുന്നത്. കൃത്യമായ വിമർശനം തന്നെയാണ് കേജ്രിവാൾ സൂചിപ്പിച്ചു പോകുന്നത്. 75 വയസ്സെന്ന പ്രായപരിധിക്ക് ശേഷം ആരായിരിക്കും നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി? അടുത്ത വർഷം മോദിക്ക് 75 വയസ്സ് തികയുന്നതോടെ ഇപ്പോൾ മോദി വോട്ട് പിടിക്കുന്നത് അമിത്ഷായെ പ്രധാനമന്ത്രിയാക്കാനാണെന്നും അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും യു.പിയിലെ യോഗി ആദിത്യനാഥിനെ വെട്ടാനുള്ള ശ്രമങ്ങളായിരിക്കും നടത്തുന്നത് എന്നടക്കമുള്ള ഏറ്റവും ഗുരുതരമായിട്ടുള്ള വിമർശനം തന്നെയാണ് കഴിഞ്ഞ ദിവസം കേജ്രിവാൾ ഉന്നയിച്ചത്. ഈ വിഷയം വലിയ തരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങൾക്ക് അല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഈ നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങളൊക്കെ നടക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു വിമർശനം കേജ്രിവാളിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വലിയ തരത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ മനോഹർലാൽ ജോഷി, അദ്വാനി അടക്കമുള്ള എൽ.കെ. അദ്വാനി അടക്കമുള്ള മുതിർന്ന
നേതാക്കളെ ഈ പ്രായപരിധിയുടെ പേര് കൊണ്ട് തന്നെയാണ് മാറ്റി നിർത്തിയിട്ടുള്ളത്. അതിൽ വലിയ തരത്തിലുള്ള അതൃപ്തി LK അദ്വാനി അടക്കമുള്ള നേതാക്കൾ നേരത്തെയും ഉന്നയിച്ചിട്ടുള്ളതാണ്. ആ സമയത്താണ് ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിച്ച ഉടനെ വലിയ തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ബോധത്തോടെ തന്നെയാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ അതിന്റെ തൊട്ടു പിന്നാലെ വാർത്താ സമ്മേളനം കേജ്രിവാൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട നരേന്ദ്രമോദിയോട് പറഞ്ഞൊരു കാര്യം, 75 വയസ്സായില്ലേ അങ്ങേക്ക്, ഇനി മാറിക്കൊടുക്കരുതോ എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഇതിന് എന്തുകൊണ്ട് നരേന്ദ്രമോദിക്ക് മറുപടി പറയാൻ കഴിയുന്നില്ല? അദ്ദേഹം വളരെ കൃത്യമായി പറയേണ്ടതല്ലേ. LK അദ്വാനിയെ പോലെയും മുരളി മനോഹർ ജോഷിയെ പോലെയും ജസ്വന്ത് സിംഗിനെ പോലെയും പ്രഗത്ഭരായ എത്രയോ നേതാക്കന്മാരെ മാറ്റി നിർത്താൻ വേണ്ടി ഇവർ കണ്ടുപിടിച്ച മാർഗനിർദ്ദേശക് മണ്ഡൽ എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ സംവിധാനത്തിലേക്ക് നരേന്ദ്രമോദി മാറാൻ ഇനി 1 വർഷമേ ഉള്ളൂ എന്നാണ് കേജ്രിവാൾ പറയുന്നത്. പക്ഷേ അതിനെ പ്രതികരിക്കാൻ BJPയുടെ ഒറ്റ നേതാവും തയ്യാറാവുന്നില്ല. അമിത്ഷാ മാത്രമാണ് പറയുന്നത് അദ്ദേഹം 75 വയസ്സ് വരെ 85 വയസ്സ് വരെ ഈ സ്ഥാനത്തെല്ലാം തുടരും എന്ന്. വേറെ ഒരു നേതാവും പ്രതികരിക്കുന്നില്ല. തീർച്ചയായും ഷമ്മി, ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ ഇതുവരെയും ഒരു നേതാക്കളും തയ്യാറായിട്ടില്ല. അമിത്ഷാ തന്നെ പ്രതികരിക്കുന്നത് വലിയ അങ്കലാപ്പ് അവർക്കിടയിൽ ഉണ്ടായി എന്നതിന്റെ സൂചനയായി മാത്രമാണ് അമിത്ഷായും ഈ വിഷയത്തിൽ രംഗത്ത് വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇനിയും മോദി തന്നെയായിരിക്കും പ്രധാനമന്ത്രിയാകുന്നത്, അധികാരത്തിൽ വന്നാൽ മോദി ഇനിയും നയിക്കും, BJPയുടെ ഭരണഘടനയിൽ അങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടില്ല എന്നാണ് അമിത്ഷാ ഇതിന് മറുപടിയായി പറഞ്ഞത്. പക്ഷേ 2019 ഇലക്ഷനിൽ തന്നെയാണ് അമിത്ഷാ ഇത് സംബന്ധിച്ച പ്രസ്താവന നടത്തിയത്. മോദിയും അമിത്ഷായും നേതൃത്വത്തിലേക്ക് വരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു നിബന്ധന അല്ലെങ്കിൽ ഒരു പ്രായപരിധിയുടെയൊക്കെ കാര്യങ്ങളും ചട്ടമൊക്കെ കൊണ്ടുവരുന്നത്. പക്ഷെ അത് അവരുടെ കാര്യത്തിൽ അതൊന്നും ബാധകമല്ല എന്നൊരു സ്ഥിതി നിലനിൽക്കുകയാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ BJPക്കുള്ളിൽ വലിയ തരത്തിലുള്ള സീറ്റ് നിഷേധിച്ചതിനെ തുടർന്നൊക്കെ വലിയ തരത്തിലുള്ള കലഹങ്ങൾ ഉണ്ടാകുന്നു. MLA-മാർ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണ രംഗത്തിറങ്ങാതെ നേതാക്കൾ മാറി നിൽക്കുന്ന ഒരു സ്ഥിതി. റായ്ബറേലിയിലെ സ്ഥിതി അതിരൂക്ഷമായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അമിത്ഷാ എല്ലാ തരത്തിലും ഇതിനെ അനുനയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ പല വഴിക്കും നടക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ വില പോകുന്നില്ല. റായ്ബറേലിയിൽ വലിയ തരത്തിലുള്ള തിരിച്ചടിയാണ് എന്തായാലും BJPക്ക് നേരിടാൻ പോകുന്നത്. BJP അത്തരത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ വലിയ തരത്തിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഷമ്മി ഇപ്പോൾ BJPക്കിടയിലുള്ളത്.